നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ബാണാസുര സാഗർ ഡാം കൊട്ടത്തോണി ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി നടത്തിയ തെരച്ചിൽ വിഫലം. പെരുമഴയും കാറ്റും തെരച്ചിൽ തടസ്സപ്പെടുത്തി. ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കാണാതായ വിൽസന്റെ വീട് മന്ത്രി സന്ദർശിച്ചു. അവിശ്വാസം പാസായി പനമരത്ത് UDF-ന് ഭരണം പോയി. ഡോൺ ബോസ്കോയുടെ പ്രതിമ തകർത്തത് കോളേജിനകത്തുള്ളവരെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് ജേക്ക് തോമസ്. സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥി അവിടെ തന്നെ പഠിക്കുമെന്നും SFI നേതാവ്. കല്ലുമുക്ക് ഉപതെരഞ്ഞെടുപ്പ് ശാന്തം. പോളിംഗ് 80%. വോട്ടെണ്ണൽ നാളെ. ഫലം 10 മണിയോടെ. പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം. വൈദികൻ സജി ജോസഫ് അറസ്റ്റിൽ. പ്രതിയെ കുടുക്കിയത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സാമർഥ്യം. അയ്യങ്കൊല്ലിയിൽ സ്കൂൾ വിദ്യാർത്ഥി ജീവനൊടുക്കി. മരണം അധ്യാപകൻ മാനസികമായി പീഡിപ്പിച്ചതിനാലെന്ന് ആരോപണം. മൃതദേഹവുമായി നാട്ടുകാർ സ്കൂൾ ഉപരോധിച്ചു. രാമായണ നാളുകളിൽ ഇന്ന് അമ്പലവയൽ മഹാശിവക്ഷേത്രം. വാർത്തകൾ വിശദമായി. ബാണാസുര സാഗർ ഡാം കൊട്ടത്തോണി ദുരന്തത്തിൽ കാണാതായ 4 പേർക്ക് വേണ്ടി ഇന്നും തെരച്ചിൽ തുടർന്നു. കനത്ത മഴയും കാറ്റും ഡാമിലെ സാഹചര്യങ്ങളും കാരണം മുങ്ങൽ വിദഗ്ധന്മാർക്ക് ഡാമിനുള്ളിൽ കാര്യമായ പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ബാണാസുരയിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തി. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്ന തെരച്ചിൽ പ്രവർത്തനങ്ങളിൽ കോഴിക്കോട്ട് നിന്നെത്തിയ ഫയർഫോഴ്സിന്റെ ഡൈവിംഗ് യൂണിറ്റും പങ്കെടുത്തു. KSEB, വനം വകുപ്പ്, ഫയർഫോഴ്സ്, രക്ഷാപ്രവർത്തകരായ നാട്ടുകാർ എന്നിവരും ഇന്ന് തെരച്ചിലിൽ പങ്കെടുത്തു. പെരുമഴയും കാറ്റും കാരണം ഡാമിൽ ബോട്ടുകളിറക്കിയുള്ള തെരച്ചിൽ തടസ്സപ്പെട്ടുകൊണ്ടിരുന്നു. ഡാമിന്റെ ആഴവും അടിത്തട്ടിലെ മരക്കുറ്റികളും കിണറുകളും കെട്ടിടാവശിഷ്ടങ്ങളും വെള്ളത്തിന്റെ ഗാഠതയും തണുപ്പും ആഴത്തിൽ മുങ്ങിയുള്ള പരിശോധന അസാധ്യമാക്കിയിരിക്കുകയാണ്. വൈകിട്ട് 5 മണിയോടെ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചു. പ്രതികൂല കാലാവസ്ഥ കാരണം ഇന്നലെയും വൈകിട്ട് 5 മണിയോടെ തെരച്ചിൽ നിർത്തിയിരുന്നു. രാത്രിയിലും തെരച്ചിൽ നടത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് സാധിച്ചില്ല. ഞായറാഴ്ച രാത്രി 11:45 കൊട്ടത്തോണിയിൽ മീൻപിടിക്കാൻ ഡാമിലിറങ്ങിയ 7-അംഗ സംഘത്തിലെ 4 പേരെയാണ് കാണാതായത്. തുഷാരഗിരി ചെമ്പുകടവ് നെല്ലിപ്പൊയിൽ സച്ചിൻ, മോളെക്കുന്നിൽ ബിനു, മണിത്തൊട്ടി മെൽബിൻ, തരിയോട് 13-ാം മൈൽ സ്വദേശി വിൽസൺ എന്നിവരെയാണ് കാണാതായത്. കാണാതായവർക്ക് വേണ്ടി 2ാം ദിവസവും നടത്തിയ തെരച്ചിൽ വിഫലമായത് ജില്ലയിലാകെ മ്ലാനത പരത്തി. നാവികസേന തെരച്ചിലിന് എത്തുമെന്ന് കരുതിയെങ്കിലും എത്തിയിട്ടില്ല. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിന് മതിയായ സജ്ജീകരണങ്ങളില്ലെന്നത് പരക്കെ വിമർശനമുണ്ടാക്കിയിട്ടുണ്ട്. അപകടങ്ങൾ ആവർത്തിക്കുന്ന ഡാമിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതും നേരാംവണ്ണം ബോട്ടുകളും ലൈഫ് ജാക്കറ്റുകളും ഇല്ലെന്നതും പരാതിക്കിടയാക്കിയിട്ടുണ്ട്. മാനന്തവാടി, കൽപ്പറ്റ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഗവൺമെന്റ് എല്ലാ സഹായവും ചെയ്യുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കാണാതായ വിൽസന്റെ വീട് മന്ത്രി സന്ദർശിച്ചു. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ബാണാസുര സാഗർ ഡാം സൈറ്റിലെത്തിയ മന്ത്രി രക്ഷാപ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. അപകടത്തിൽപ്പെട്ട തരിയോട് 11-ാം മൈലിലെ വിൽസന്റെ വീട് മന്ത്രി സന്ദർശിച്ചു. ജില്ലാ കളക്ടർ S. സുഹാസ്, CK ശശീന്ദ്രൻ MLA എന്നിവരും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. വയനാട് ന്യൂസ്, മാനന്തവാടി. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസം പാസായി. പനമരത്ത് UDF-ന് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടു. 11-നെതിരെ 12 വോട്ടുകൾക്കാണ് അവിശ്വാസം പാസായത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്തിനെതിരായ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ കഴിഞ്ഞ ദിവസം LDF-നൊപ്പം നിന്ന CPM അംഗം T. മോഹനൻ ഇന്ന് വോട്ടെടുപ്പിൽ UDF-ന് വോട്ട് ചെയ്തു. അഴിമതിയും കെടുകാര്യസ്ഥതയും മറ്റും ചൂണ്ടിക്കാണിച്ച് UDF-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസിനെതിരെ LDF-ലെ MA ചാക്കോ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് 11-നെതിരെ 12 വോട്ടുകൾക്ക് പാസ്സായത്. 23-അംഗ പഞ്ചായത്തിൽ UDF-ന് 13-ഉം LDF-ന് 11-ഉം അംഗങ്ങളായിരുന്നു. സ്ഥിരം സമിതി അംഗത്തിനെതിരെ കഴിഞ്ഞയാഴ്ച LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് UDF-ൽ നിന്ന് CMP അംഗമായ T. മോഹനും CMP സ്വതന്ത്ര സീന സാജനും വോട്ട് ചെയ്തു. CMP സംസ്ഥാന നേതാവ് CP ജോൺ നേരിട്ട് നൽകിയ വിപ്പ് ലംഘിച്ചാണ് സീന വോട്ട് ചെയ്തത്. എന്നാൽ ഇന്ന് CMP നേതൃത്വത്തിന്റെ വിപ്പ് അനുസരിച്ചാണ് UDF-ന് വോട്ട് ചെയ്തതെന്ന് മോഹനൻ അറിയിച്ചു. സീന വിപ്പ് അനുസരിക്കാതെ LDF-നെ പിന്തുണച്ചു. UDF-നോടൊപ്പം CMP സ്വതന്ത്രയായാണ് മത്സരിച്ചതെങ്കിലും കക്ഷിരഹിത സ്ഥാനാർത്ഥി എന്ന നിലപാടിലാണ് സീന മാറി മാറി സമീപനങ്ങളെടുത്തത്. പനമരം പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെട്ടതോടെ UDF-ന് മാനന്തവാടി താലൂക്കിൽ വെള്ളമുണ്ടയിൽ മാത്രമായി ഭരണം.
UDF പിന്തുണയോടെ മത്സരിച്ച് ജയിക്കുകയും കൂറുമാറി വോട്ട് ചെയ്ത് ഭരണം നഷ്ടപ്പെടുത്തുകയും ചെയ്ത അംഗങ്ങളെ വെച്ച് പഞ്ചായത്തിൽ ഭരണം നടത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് പഞ്ചായത്ത് UDF നേതാക്കൾ പറഞ്ഞു. അവിശ്വാസ പ്രമേയ വിജയത്തിൽ ആഹ്ലാദിച്ച് LDF പ്രവർത്തകർ പനമരം ടൗണിൽ പ്രകടനം നടത്തി. വയനാട് ന്യൂസ്, പനമരം, മാനന്തവാടി. ബത്തേരി ഡോൺ ബോസ്കോ കോളേജിൽ നിന്നും മാനേജ്മെന്റ് പുറത്താക്കിയ ജിഷ്ണു വേണുഗോപാൽ അതേ കോളേജിൽ തന്നെ പഠിക്കുമെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക്സി തോമസ്. വിശുദ്ധനായ ഡോൺ ബോസ്കോയുടെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായാണ് ആ മഹാത്മാവിന്റെ നാമധേയത്തിലുള്ള കോളേജ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നതെന്നും ജെയ്ക്സി തോമസ്. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരാഷ്ട്രീയ ക്യാമ്പസുകൾക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനും വർഗീയവൽക്കരണത്തിനുമെതിരെ സംഘടിപ്പിച്ച വിദ്യാർത്ഥി സദസ്സ് ബത്തേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെഗുവേരയുടെ ചിത്രം ആലേഖനം ചെയ്ത കാർഡ് ക്യാമ്പസിന് പുറത്തു വെച്ച് വിതരണം ചെയ്തതിനാണ് ജിഷ്ണുവിനെ കോളേജ് മാനേജ്മെന്റ് പുറത്താക്കിയത്. ചർച്ചയ്ക്കെത്തിയ SFI പ്രവർത്തകരെ മാനേജ്മെന്റ് അപമാനിച്ച് പറഞ്ഞയച്ചു. ഫാമിലെ തൊഴിലാളികളെ ഉപയോഗിച്ച് കല്ലെറിയുകയും ചെയ്തു. SFI നടത്തിയ പ്രതിഷേധത്തിനിടയിൽ ക്യാമ്പസിലെ ജനൽ ചില്ലുകൾ തകർത്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. എന്നാൽ ഡോൺ ബോസ്കോയുടെ പ്രതിമ അടിച്ചു തകർത്തത് മാനേജ്മെന്റ് തന്നെയാണെന്നും ജെയ്ക്സി തോമസ് പറഞ്ഞു. ഈ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മാന്യമായി പ്രശ്നം സംസാരിച്ചു തീർക്കാൻ വേണ്ടി ചെന്ന നേതാക്കന്മാരെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ വേണ്ടി മാനേജ്മെന്റിന്റെ പ്രതികൾ തയ്യാറാകുന്നു. അവിടെയും നിശബ്ദരായി നോക്കി നിൽക്കുന്നു. എന്നാൽ പിന്നീട് നടത്തപ്പെട്ട ഈ വയനാട് ജില്ലയിലെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംഘടിതമായ വിദ്യാർത്ഥി മുന്നേറ്റത്തിന്റെ മാർച്ചിലാണ് നിർഭാഗ്യവശാൽ ഖേദകരമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം അഴിച്ചുവിടപ്പെട്ട കുപ്രചരണങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാം. വിശുദ്ധനായ ഡോൺ ബോസ്കോയുടെ പ്രതിമ ബോധപൂർവം ആ ക്യാമ്പസിനുള്ളിൽ അവർ തന്നെ അടിച്ചു തകർത്തിട്ട് അത് ഈ വിദ്യാർത്ഥികൾ ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വിശുദ്ധനായ ഡോൺ ബോസ്കോയുടെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ആ മഹാത്മാവിന്റെ പേരിലുള്ള കോളേജിലെ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് ഡോൺ ബോസ്കോ ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ നിഷാദ് അധ്യക്ഷനായിരുന്നു. CPM നേതാക്കളായ സുരേഷ് താളൂർ, ബേബി വർഗീസ്, K ശശാങ്കൻ, K ഷമീർ, KC യോഹനാൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥി സദസ്സിന് മുന്നോടിയായി ടൗണിൽ പ്രകടനവും ഉണ്ടായിരുന്നു. വയനാട് ന്യൂസ്, ബത്തേരി. നൂൽപ്പുഴ പഞ്ചായത്തിലെ കല്ലുമുക്ക് വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായി. രാവിലെ 7 മണിയോടെ ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 5 മണിയോടെ സമാപിച്ചു. അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫലപ്രഖ്യാപനം നാളെ രാവിലെ 10 മണിയോടെ നടക്കും. നൂൽപ്പുഴ പഞ്ചായത്തിലെ കല്ലുമുക്ക് 7ാം ഡിവിഷനിലെ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായി. 1222 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. ഇതിൽ ഏകദേശം 84% പേരും വോട്ട് രേഖപ്പെടുത്തിയതായാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഉച്ചയായപ്പോഴേക്കും 60% പേരും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. നിലവിൽ ഇവിടുത്തെ LDF മെമ്പറിന് സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടിംഗ് പൂർത്തിയായ വാർഡിലെ ഫലപ്രഖ്യാപനം നാളെ രാവിലെ 10 മണിയോടെ പഞ്ചായത്ത് ഹാളിൽ നടക്കും. കല്ലുമുക്ക് ഗവൺമെന്റ് LP സ്കൂളിലാണ് പോളിംഗ് ബൂത്ത് ക്രമീകരിച്ചിരുന്നത്. 2 ബൂത്തുകളിലായാണ് പോളിംഗ് നടന്നതും. രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്യുന്നതിനായി ആളുകൾ എത്തിയിരുന്നു. മഴയില്ലാത്ത സമയങ്ങളാണ് പോളിംഗ് ശതമാനം കൂടിയത്. LDF, UDF, NDA മുന്നണികൾ തമ്മിലാണ് മത്സരം. LDF മുന്നണിക്കായി ഷീന, UDF മുന്നണിക്കായി മേഴ്സി ഷാജി, NDA മുന്നണിക്കായി റീന ശിവരാമനുമാണ് മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി 133 വോട്ടുകൾക്കാണ് ഇവിടെ വിജയിച്ചത്. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്തിരുന്നു. വയനാട് ന്യൂസ്, ബത്തേരി. മീനങ്ങാടി ബാലഭവനിലെ 15ഉം 14ഉം വയസ്സുകാരായ ആൺകുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ വൈദികൻ അറസ്റ്റിൽ. കൊട്ടിയൂർ സ്വദേശി ഫാദർ സജി ജോസഫാണ് പിടിയിലായത്. ഇന്നലെ ഉച്ചയോടെ കൽപ്പറ്റ ഡിവൈഎസ്പി മുഹമ്മദ് ഷാഫിയുടെയും മീനങ്ങാടി CI പളനിയുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ താമരശ്ശേരിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഫാദർ സജി ജോസഫ് മംഗലാപുരത്തെ ബന്ധുവിന്റെ എസ്റ്റേറ്റ് വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ജൂലൈ 17-നാണ് ഇതുമായി ബന്ധപ്പെട്ട് ചൈൽഡ് ലൈനിന് പരാതി ലഭിച്ചത്. തുടർന്ന് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. IPC 377, പോക്സോ 910 ആക്ട്, 75 JJ ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളെ കൽപ്പറ്റ പോക്സോ കോടതിയിൽ ഹാജരാക്കി. കൊട്ടിയൂർ സ്വദേശിയായ ഇയാൾ താമരശ്ശേരി കുണ്ടുതോടാണ് താമസം. സംഭവം പുറത്തായതോടെ 28/6/17 ഇയാൾ വയനാട്ടിൽ നിന്ന് മുങ്ങുകയായിരുന്നു. തുടർന്ന് മംഗലാപുരത്തെ ബന്ധുവിന്റെ എസ്റ്റേറ്റ് വീട്ടിൽ ഒളിവിലായിരുന്നു. ഇതിനിടയിൽ എറണാകുളത്തുള്ള ബന്ധു വഴി ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒളിവിൽ കഴിയുന്നതിന് ഇടയ്ക്ക് 2 ദിവസം ആന്ധ്രയിലും പോയിരുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതും ആദ്യം 6 വർഷത്തോളം ജോലി ചെയ്തതും ആന്ധ്രാപ്രദേശിലായിരുന്നു. ചൈൽഡ് ലൈനിൽ റിപ്പോർട്ട് ചെയ്ത കേസാണ്. ചൈൽഡ് ലൈനിൻ്റെ പരാതി പ്രകാരം ഞങ്ങളുടെ വനിതാ സർക്കിൾ ഇൻസ്പെക്ടർ മൊഴി രേഖപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷണം നടത്തിയത്. അയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിരുന്നു. അനൂപ് വർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. ബാലപീഡന കേസിലെ പ്രതിയായ വൈദികനെ കുടുക്കിയത് ജില്ലാ പോലീസിന്റെ ജാഗ്രതയും കുറ്റാന്വേഷണ മികവും. ദക്ഷിണേന്ത്യ മുഴുവൻ പിടിപാടുള്ള വൈദികനെ വലയിലാക്കിയത് ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വൈദഗ്ധ്യമാണ്.
വയനാട്ടിലെ ബാലഭവനിലെ അന്തേവാസികളായ ആൺകുട്ടികളെ ബാലഭവൻ നടത്തിപ്പുകാരനായ വൈദികൻ പീഡിപ്പിച്ചതായി ചൈൽഡ് ലൈൻ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ പോലീസ് ഇൻസ്പെക്ടർ ഉഷാകുമാരി കുട്ടികളുടെ മൊഴിയെടുത്തതു മുതൽ ജില്ലാ പോലീസ് നിതാന്ത ജാഗ്രതയിലായിരുന്നു. കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 13/7/17 മീനങ്ങാടി പോലീസ് IPC 377 പോക്സോ ആക്ടിന്റെ 9-10 ഉപവകുപ്പുകളും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്ത ഉടൻ ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ മീണയുടെ കീഴിൽ കൽപ്പറ്റ ഡിവൈഎസ്പി മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിൽ മീനങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ പളനി, വൈത്തിരി പോലീസ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ തുടങ്ങിയവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ മീനങ്ങാടി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ASI സുരേഷ് ബാബു, SCPO ചന്ദ്രൻ, CPO വിപിൻ, കമ്പളക്കാട് സ്റ്റേഷനിലെ CPO ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ അങ്കമാലിയിലേക്ക് പോകുകയായിരുന്നു. വൈദികൻ ഉൾപ്പെടുന്ന സന്യാസി സമൂഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് സംഘം പോയത്. അവിടെ എത്തിയ സംഘത്തിന് വൈദികനെക്കുറിച്ചുള്ള ചില നിർണായക സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇവർ ആന്ധ്രാപ്രദേശിലേക്ക് പോകുകയായിരുന്നു. ഇതിനിടയിൽ കൽപ്പറ്റ ഡിവൈഎസ്പി മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിൽ സൈബർ സെല്ലിന്റെയും മംഗലാപുരം ക്രൈം സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ മംഗലാപുരം കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. സജി ജോസഫിന്റെ താമരശ്ശേരിയിലുള്ള ബന്ധുവിലേക്ക് അന്വേഷണം എത്തുകയും ഇയാൾക്ക് മംഗലാപുരത്ത് തോട്ടവും മറ്റുണ്ടെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ്പിയും സംഘവും മംഗലാപുരം കേന്ദ്രീകരിച്ച് വല നെയ്യാൻ തുടങ്ങിയത്. ആന്ധ്രയിലെത്തിയ അന്വേഷണ സംഘം 5 ദിവസത്തോളം രാപ്പകൽ ഭേദമില്ലാതെ നടത്തിയ അന്വേഷണത്തിൽ വൈദികന്റെ ചരിത്രം മുഴുവൻ ചികഞ്ഞെടുത്തു. ഇയാൾ ആദ്യം ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് വയനാട്ടിലേക്ക് മാറ്റിയതെന്നും അന്വേഷണ സംഘത്തിന് അറിയാൻ കഴിഞ്ഞു. ആന്ധ്രയിലെ അന്വേഷണ സംഘം ഊർജിതമായി അന്വേഷണവുമായി മുന്നോട്ടു പോകവേ ഡിവൈഎസ്പി മുഹമ്മദ് ഷാഫിയുടെയും വൈത്തിരി പോലീസ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണന്റെയും അന്വേഷണത്തിൽ പ്രതി മംഗലാപുരത്തുണ്ടെന്ന് വ്യക്തമാവുകയും പ്രതിയുടെ ബന്ധുവിനെ കൊണ്ട് പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുകയായിരുന്നു. സൈബർ സെല്ലിന്റെ കാര്യക്ഷമമായ സഹകരണവും മാംഗ്ലൂർ ക്രൈം സ്ക്വാഡിന്റെ പിന്തുണയും യഥാസമയം ലഭിച്ചതിനാലാണ് ഇയാളുടെ വാസസ്ഥലം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രിയോടെ താമരശ്ശേരിയിൽ വെച്ച് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് രാവിലെ കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഓരോ ചലനവും മനസ്സിലാക്കി രക്ഷപ്പെടാനുള്ള പഴുതുകളടച്ച ജില്ലാ പോലീസ് നടത്തിയ ഓപ്പറേഷൻ പോലീസ് സേനയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുമെന്ന നിസ്സംശയം പറയാം. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. നീലഗിരി അയ്യൻകൊല്ലിയിൽ സ്കൂൾ വിദ്യാർത്ഥി ജീവനൊടുക്കി. മരണം സ്കൂളിലെ ഒരു അധ്യാപകൻ മാനസികമായി പീഡിപ്പിച്ചത് കാരണമെന്ന് ബന്ധുക്കൾ. വിദ്യാർത്ഥിയുടെ മൃതദേഹം കവാടത്തിൽ വെച്ച് നാട്ടുകാരും ബന്ധുക്കളും സ്കൂൾ ഉപരോധിച്ചു. അയ്യൻകൊല്ലി സെന്റ് തോമസ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥി പ്രവീണിന്റെ മരണമാണ് വിവാദമായത്. ആരോപണ വിധേയനായ അധ്യാപകൻ ഒളിവിൽ. അയ്യൻകൊല്ലിക്കടുത്ത് അത്തിച്ചാലിൽ താമസിക്കുന്ന പ്രവീണിനെ ഞായറാഴ്ച വൈകിട്ട് 3 മണിക്കാണ് വീട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയത്. ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിഷം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്കൂൾ കവാടത്തിന് മുന്നിൽ വെച്ചായിരുന്നു പ്രതിഷേധം. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വിദ്യാലയത്തിലെ ഒരു അധ്യാപകന്റെ ശിക്ഷാരീതിയിൽ മനം നൊന്താണ് വിദ്യാർത്ഥി മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. 100% மார்க் கவரேஜ் பண்ணுங்கிறதுக்கு வேண்டி குழந்தைங்க வந்து ரொம்ப டார்ச்சர் பண்ணுறாங்க. இந்த வார்த்தையை என்ன பண்ணிருக்கான்னு நான் கேட்டப்பட்டதில் பையனோட ஸ்கூல் பேக்கை தூக்கி தலையில் வச்சு அந்த பீரியட் டைம் ஃபுல்லாக வெளியில் நிற்க வச்சிருக்காரு சார். அதில் வந்து பையன் வந்து ரொம்ப வெக்ஸ் ஆகிட்டான். இது வெளியில் வீட்லேயும் சொல்ல முடியாமல் ரொம்ப தவிச்சு போய் அப்புறம் வீட்டில் தெரிஞ்சு வந்து ஸ்கூலில் கேட்கும்போது இனிமேல் நம்ம சம்பவம் நடக்காம பார்க்கணும்னு சொல்லி செக்ஷன் மாற்றினாங்க. செக்ஷன் மாற்றினதுக்கப்புறம் அந்த செக்ஷன் போன அந்த தமிழ் டீச்சரும் சேம் டார்ச்சரே கொடுக்க ஆரம்பிச்சதுக்கப்புறம் இவன் வந்து அந்த பீரியட் டைமில் வெளியே போய் வைக்கிறது இந்த மாதிரி குழந்தைகளுக்கு முன்னுக்கு ரொம்ப இதானால அவன் இந்த மாதிரி முடிவுக்கு வந்திருக்கான் சார். அவன் இதை விட பெரிய திங்கக்கிழமை வந்து பேரண்ட்ஸ் கூப்பிட்டுன்னு சொல்லியிருக்காங்க. പേരൻസ് வந்து സ്കൂൾക്ക് சொல்லியிருக்காங்க. இந்த இதில் வந்து பண்ணிட்டான். ഈ അധ്യാപകനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. DSP ശക്തിവേലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി സമരക്കാരും മാനേജ്മെന്റുമായി ചർച്ച നടത്തി. കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന ഉറപ്പിന്മേൽ ജനങ്ങൾ ഉപരോധം അവസാനിപ്പിച്ചു. വയനാട് ന്യൂസ്, ചീരാൽ. കബനി നീർത്തട പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്ന ആരോപണമുള്ള തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NJ ഷജിത്ത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വാളാട് തവിഞ്ഞാൽ മണ്ഡലങ്ങളുടെ ആഭിമുഖ്യത്തിൽ തവിഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് NK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജോസ് പാറക്കൽ അധ്യക്ഷനായിരുന്നു. വാളാട് പേരിയ മണ്ണ് സംരക്ഷണ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയാണ് അംഗം നടത്തിയതെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു.
ഇതനുസരിച്ച് പാർട്ടി നടപടിയും സ്വീകരിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. പ്രവൃത്തിയെ സംബന്ധിച്ച് വിവിധ ഘട്ടങ്ങളിൽ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. ഗുണഭോക്താക്കൾക്ക് യാതൊരു പ്രയോജനവും പദ്ധതി കൊണ്ട് ലഭിച്ചില്ല. വ്യാജ ബില്ലുകളും വൗച്ചറുകളും ഉപയോഗിച്ച് ഇല്ലാത്ത പ്രവൃത്തികളുടെ പേരിലും അഴിമതി നടന്നുവന്ന സാഹചര്യത്തിൽ കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ജലനിധി പദ്ധതിയുടെ നിലവിലുള്ള കരാർ റദ്ദു ചെയ്ത് പദ്ധതി നേരിട്ട് ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനവുമായി പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോവുകയാണ്. ഇതിനായി യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ജീവനക്കാരെ നിയമിച്ചു. ജലനിധി പദ്ധതി സംഘടനകൾക്കേ നടത്താൻ കഴിയുകയുള്ളൂ എന്ന ഉത്തരവിന് വിപരീതമായി അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഈ നീക്കമെന്നും നേതാക്കൾ ആരോപിച്ചു. എക്കണ്ടി മൊയ്തൂട്ടി, MG ബിജു, അസീസ് വളാട്, ലിസി ജോസ്, D യേശുദാസ്, KS സഹദേവൻ, ജോസ് പാലറ, KV ജോൺസൺ, അനൂപ് MG, PK ജയരാജൻ എന്നിവർ സംസാരിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി വെച്ച അന്വേഷണ കമ്മീഷൻ നിഷ്പക്ഷമായിട്ടാണ് അന്വേഷിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണം നടത്തിയപ്പോൾ സജിത്ത് വളരെ വ്യാപകമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി എന്ന് കണ്ടെത്തുകയുണ്ടായി. വയനാട് ന്യൂസ്, മാനന്തവാടി. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NJ ഷജിത്തിനെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. വാളാട് പേരിയ നീർത്തട പദ്ധതിയിൽ കൺവീനറായ ഷജിത്ത് ക്രമക്കേട് നടത്തിയെന്നാണ് ആരോപണം. ആരോപണത്തിൽ കഴമ്പില്ല. ജനനിധിയുമായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്ന UDFന്റെ കാലത്ത് തന്നെയാണ് ഞങ്ങൾ ഈ ഭരണസമിതി ഏറ്റെടുത്ത സമയത്ത് തികച്ചും 8 പദ്ധതികൾ മാത്രമേ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു വർഷത്തിനുള്ളിൽ 16 പദ്ധതിയിൽ 8 പദ്ധതിയും കൂടി പൂർത്തീകരിച്ച് ഇപ്പോഴത്തെ ഭരണസമിതി 16 പദ്ധതികൾ പൂർത്തീകരിച്ചു. അതുകൂടാതെ 13 പുതിയ 3 പദ്ധതികളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. SIയുടെ ഭാഗത്ത് നിന്നുള്ള സഹകരണക്കുറവുകൾ നമ്മൾ പഞ്ചായത്ത് ഈ പാർട്ടി സംവിധാനത്തിലേക്ക് പോകാനുള്ള ആലോചനകൾ മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റെയിൽവേ ഉൾപ്പെടെ വിഷയങ്ങളിൽ വയനാടിനെ അവഗണിക്കുകയാണെന്ന് KPCC സെക്രട്ടറി KK അബ്രഹാം. ഇതിനു പുറമെ വന്യജീവി ശല്യം, ആരോഗ്യമേഖലയടക്കം വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ വയനാടിനെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുള്ളൻകൊല്ലി മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 22-ന് IC ബാലകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ നടക്കുന്ന കൂട്ട ഉപവാസം വിജയിപ്പിക്കാനും മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ 500ഓളം പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനും തീരുമാനിച്ചു. വർഗീസ് മുരിയൻകാവിൽ അധ്യക്ഷനായിരുന്നു. KL പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. KM അബ്രഹാം, KA അസീസ്, KS കറിയ, ജോസഫ് പെരുവേലി, ജോയി വാഴയിൽ, സെബാസ്റ്റ്യൻ പുലിക്കുത്തി, അഗസ്ത്യ പുത്തൻപുര, ഗിരിജ കൃഷ്ണൻ, ശിവരാമൻ പാറക്കുഴി, മാത്യു ഉണ്ണിയപ്പള്ളി, VT തോമസ്, സാജൻ കടുപ്പിൽ, ബിജു പുലിക്കുടിയിൽ, ബാലചന്ദ്രൻ, രാജു പുതുപ്പറമ്പിൽ, മാത്യു എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള തകർന്ന റോഡ് നന്നാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം രോഗികൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് വയനാട് ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കൂടുതൽ ഫണ്ട് അനുവദിച്ചതായി പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ പറഞ്ഞു. MSDP പദ്ധതി പ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് മുഖേന 2.64 കോടി രൂപയും സംസ്ഥാന സർക്കാരിൽ നിന്ന് 36 ലക്ഷം രൂപയും ലഭ്യമാക്കി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ OP ബ്ലോക്ക് ആരംഭിക്കും. 3 നിലയോട് കൂടിയ OP ബ്ലോക്ക് അടുത്ത സാമ്പത്തിക വർഷത്തോടെ പ്രവർത്തന സജ്ജമാകും. നിർമ്മിതി കേന്ദ്രയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം. പീഡിയാട്രിക്, ഗൈനക്കോളജി, ദന്തരോഗ വിഭാഗം ഉൾപ്പെടെ ഡോക്ടർമാരുടെ സേവനം വരും ദിവസങ്ങളിൽ ലഭ്യമാക്കും. പുതിയ ബ്ലോക്ക് പൂർത്തിയാകുന്നതോടെ മോർച്ചറിയും പോസ്റ്റ്മോർട്ടത്തിനുള്ള സൗകര്യവും ഏർപ്പെടുത്തും. ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സുകൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി 14 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കും. എക്സ്റേ ലാബ് ഉൾപ്പെടെ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് ദിലീപ് കുമാർ പറഞ്ഞു. MSDP പദ്ധതിയിലെ ബിൽഡിംഗിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 3 കോടി രൂപ ഉള്ള ഒരു ഹോസ്പിറ്റൽ സമുച്ചയം ഇവിടെ തീർത്തുകൊണ്ട് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ മരുന്നും അതുപോലെ തന്നെ ദൈനംദിന കാര്യങ്ങളിലും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടുതൽ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ ഡോക്ടർമാരെ ഉൾപ്പെടെ നിയമിച്ചുകൊണ്ട്, അതൊരു ഫാർമസിസ്റ്റിനെ ഉൾപ്പെടെ നിയമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തീരുമാനം. എല്ലാ ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ആ കാര്യത്തിലുണ്ട്. അത് മുന്നോട്ടുണ്ടാകുമെന്നുള്ള ഉത്തമ വിശ്വാസമാണ്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. തരുവണ വെള്ളമുണ്ട നിരവിൽപ്പുഴ റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളമുണ്ട തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തുകളിൽ ഓഗസ്റ്റ് 2-ന് UDF ഹർത്താൽ. ഈ മാസം 26-ന് നടത്താനിരുന്ന ഹർത്താൽ +2 ഇംപ്രൂവ്മെന്റ് പരീക്ഷ കണക്കിലെടുത്ത് ഓഗസ്റ്റ് 2-ലേക്ക് മാറ്റിവെക്കുന്നതായി UDF ഭാരവാഹികൾ പറഞ്ഞു.
കാലത്ത് 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കോഴിക്കോട് ബംഗളൂരു അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായ തരുവണ മുതൽ നിരവിൽപ്പുഴ വരെയുള്ള റോഡ് പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ്. ജില്ലയിൽ വളരെയേറെ ട്രാഫിക് പ്രാധാന്യമുള്ള ഈ റോഡ് ഒരു ദശാബ്ദക്കാലമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. പലപാട് ജനങ്ങൾ പ്രതിഷേധിച്ചിട്ടും പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ക്വാറി വേസ്റ്റ് നിറച്ച് റോഡ് ഗതാഗതത്തിന് താൽക്കാലിക സജ്ജമാക്കാൻ പോലും പൊതുമരാമത്ത് ജില്ലാ മേധാവികൾ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ജില്ലാ PWD ഓഫീസ് അറിയിച്ചിരിക്കുന്നത് 20 കോടിയുടെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ റോഡ് മഴക്കാലം കഴിഞ്ഞ് ഗതാഗതയോഗ്യമാക്കാൻ കഴിയൂ എന്നാണ്. PWD കൽപ്പറ്റ പടിഞ്ഞാറത്തറ സെക്ഷന് കീഴിൽ വരുന്ന ഈ റോഡ് ഇപ്രകാരം തകർന്നു കിടക്കുന്നതിനും ജനരോക്ഷം ക്ഷണിച്ചു വരുത്തുന്നതിനും ഉത്തരവാദികൾ ജില്ലയിലെ PWD വകുപ്പ് മേധാവികളാണ്. ജില്ലാ ഭരണകൂടം റോഡിനെ കുറിച്ച് അശേഷം ആശങ്കപ്പെടുന്നില്ലെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസം BJP പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ കുഴിയും കുളവുമായ റോഡിലെ വെള്ളത്തിൽ അലക്കും കുളിയും മീൻപിടുത്തവുമായി വ്യത്യസ്ത സമരം നടത്തിയിരുന്നു. 20 കിലോമീറ്ററോളം ദൂരം റോഡ് പൂർണ്ണമായി തകർന്ന നിലയിലാണ്. ന്യൂസ് ഡെസ്ക് വയനാട് ന്യൂസ്. ഇനി രാമായണകാലം. രാമ 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 രാമ. അമ്പലവയൽ മഹാശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്നലെ ആരംഭിച്ച വിശേഷാൽ പൂജകളും രാമായണ പാരായണവും കർക്കിടകം 31 വരെ തുടരും. അഷ്ടദ്രവ്യ ഹോമം, ഭഗവതി സേവ എന്നിവ പ്രത്യേക പൂജകളാണ്. കർക്കിടകം 28-ന് 1008 കൊട്ടത്തേങ്ങ ഉപയോഗിച്ച് മഹാഗണപതി ഹോമം, മുക്കുടി ഔഷധ സേവ എന്നിവയും ഉണ്ടാകും. രാമ 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 രാമ. മാനന്തവാടി നഗരസഭ 33-ാം ഡിവിഷന്റെയും കണിയാരം പ്രഭാത വായനശാലയുടെയും മേപ്പാടി വിംസ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VR പ്രവീസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ VU ജോയ് അധ്യക്ഷനായിരുന്നു. A ഉണ്ണികൃഷ്ണൻ, ജോസഫ് മാത്യു, NR അനീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ രോഗികളെ പരിശോധിച്ചു. ബത്തേരി മുനിസിപ്പാലിറ്റി 17-ാം ഡിവിഷൻ പാളാക്കരയും മോടപ്പള്ളം ഹോമിയോ ഡിസ്പെൻസറിയും മൂലങ്കാവ് ശ്രേയസ് യൂണിറ്റും സംയുക്തമായി പകർച്ചപ്പനിക്കെതിരെ പ്രതിരോധ മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കൌൺസിലർ വത്സ ജോസ്, വാർഡ് സഭാ കൺവീനർ CA ഗോപി, ഓടപ്പള്ളം ഹോമിയോ ക്ലിനിക് ഡോക്ടർ സീന, ജയശ്രീ, ശ്രേയസ് പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. പുൽപ്പള്ളി പഞ്ചായത്ത് 2-ാം വാർഡിലെ വീട്ടുമൂലയിൽ നിർമ്മിച്ച പുതിയ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ് അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KL പൌലോസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MD കരുണാകരൻ, അനിൽ മോൻ, അജിത് കുമാർ, ശോഭന പ്രസാദ്, VN ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. റോഡ് സൈഡ് കാട് വെട്ടി സ്വാശ്രയ സംഘം മാതൃകയായി. എടവക പാണ്ടിക്കടവ് അഗ്രഹാരം അനുഗ്രഹ സ്വാശ്രയ സംഘമാണ് മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി റോഡരികിലെ കാട് വെട്ടിമാറ്റിയത്. അഗ്രഹാരം മുതൽ പാണ്ടിക്കടവ് വരെ റോഡരിക് സ്വാശ്രയ സംഘം ശുചിയാക്കി. ഭാരവാഹികളായ പന്തലാട്ട് ശിവൻ, KR മുരളീധരൻ, സത്യൻ, ഗോപിനാഥൻ, രാമകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാരംഗം കലാസാഹിത്യവേദി സുൽത്താൻ ബത്തേരി ഉപജില്ലാ പ്രവർത്തന ഉദ്ഘാടനം കൊളകപ്പാറ GUP സ്കൂളിൽ മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന വിജയൻ നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ TP ഷാജി അധ്യക്ഷനായിരുന്നു. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് മാത്യൂസ് വൈത്തിരി മുഖ്യാതിഥിയായിരുന്നു. നാടൻപാട്ട്, അമ്മ വായന, പുസ്തക പ്രദർശനം, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ബാണാസുര സാഗർ ഡാം കൊട്ടത്തോണി ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി നടത്തിയ തെരച്ചിൽ വിഫലം. പെരുമഴയും കാറ്റും തെരച്ചിൽ തടസ്സപ്പെടുത്തി. ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കാണാതായ വിൽസന്റെ വീട് മന്ത്രി സന്ദർശിച്ചു. അവിശ്വാസം പാസായി പനമരത്ത് UDF-ന് ഭരണം പോയി. ഡോൺ ബോസ്കോയുടെ പ്രതിമ തകർത്തത് കോളേജിനകത്തുള്ളവരെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് ജേക്ക് തോമസ്. സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥി അവിടെ തന്നെ പഠിക്കുമെന്നും SFI നേതാവ്. കല്ലുമുക്ക് ഉപതെരഞ്ഞെടുപ്പ് ശാന്തം. പോളിംഗ് 80%. വോട്ടെണ്ണൽ നാളെ. ഫലം 10 മണിയോടെ. പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം. വൈദികൻ സജി ജോസഫ് അറസ്റ്റിൽ. പ്രതിയെ കുടുക്കിയത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സാമർഥ്യം. അയ്യങ്കൊല്ലയിൽ സ്കൂൾ വിദ്യാർത്ഥി ജീവനൊടുക്കി. മരണം അധ്യാപകൻ മാനസികമായി പീഡിപ്പിച്ചതിനാലെന്ന് ആരോപണം. മൃതദേഹവുമായി നാട്ടുകാർ സ്കൂൾ ഉപരോധിച്ചു. രാമായണ നാളുകളിൽ ഇന്ന് അമ്പലവയൽ മഹാശിവക്ഷേത്രം.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.